പീരുമേട് എം.എൽ.എ വാഴൂർ സോമൻ്റെ സംസ്കാര ചടങ്ങിലേക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ അടിയന്തര സംസ്കാര ചടങ്ങ് ആരംഭിക്കുകയാണ്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, ആരൊക്കെയാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് അവിടെ ഉള്ളത്? ഏതൊക്കെ പ്രമുഖർ എത്തിയിട്ടുണ്ട്? ദിവീഷ്, ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം മാറ്റുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായ കെ രാജൻ, പി പ്രസാദ്, MLA-മാർ ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ഇവിടെ ഒപ്പം ചേരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമുക്കറിയാം, പേരിനൊപ്പം ജനിച്ച സ്ഥലമായ വാഴൂർ കൊണ്ടു നടന്നപ്പോഴും, കോട്ടയം ജില്ലയിലെ വാഴൂർ കൊണ്ടു നടന്നപ്പോഴും പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെയും ഇടുക്കിക്കാരുടെയും പ്രിയപ്പെട്ട നേതാവായി വളർന്ന വാഴൂർ സോമന് ഇപ്പോൾ അന്തിമോപചാരവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്ന, അതായത് പഴയ പാമ്പനാറിലെ SK ആനന്ദൻ സ്മൃതി കുടീരത്തിന് സമീപമാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിനോട് പറയുകയായിരുന്നു, ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു, തൻ്റെ അന്ത്യവിശ്രമം ഇതുപോലെ ഈ ഇതിന് സമീപമായിരിക്കണം എന്നുള്ളത് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇവിടേക്ക് മാറ്റി തീരുമാനിക്കുകയായിരുന്നു. അത്തരത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ കാണാൻ സാധിക്കുന്നുണ്ടാവും എത്രയധികം ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എന്നുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചാണെങ്കിലും മന്ത്രിമാരായ റോഷി അഗസ്റ്റീൻ, കെ രാജൻ, അതുപോലെ തന്നെ പി പ്രസാദ്, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഔദ്യോഗിക ബഹുമതികളും ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ഈ കല്ലറയിലേക്ക് മാറ്റാൻ തുടങ്ങുകയാണ്. നമുക്ക് ആ ഒരു മുദ്രാവാക്യങ്ങൾ നമുക്ക് മുഴങ്ങി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധമായിട്ടുള്ള ബഹുമതികളും അന്തിമോപചാരങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ കല്ലറയിലേക്ക് എടുക്കുകയാണ്. നിതിൻ തോമസാണ് വിവരങ്ങൾ നൽകുന്നത്. പീരുമേട്ടിൽ വാഴൂർ സോമന് അന്ത്യവിശ്രമം ഒരുക്കുന്നു. പ്രവർത്തകർ അദ്ദേഹത്തെ മുദ്രാവാക്യങ്ങളിലൂടെ യാത്രയ്ക്ക് നൽകുകയാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയോട് കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. പാമ്പനാറിലെ SK ആനന്ദ കുടീരത്തിന് സമീപത്താണ് വാഴൂർ സോമന് അന്ത്യവിശ്രമത്തിന് ഇടമൊരുക്കിയത്. ഇന്നലെ ഏകദേശം 6:30 കൂടിയിട്ടാണ് തിരുവനന്തപുരത്തൊരു സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുന്നൊരു സ്ഥിതിയുണ്ടായി. നേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് അറിഞ്ഞു. 8 മണി വരെ MN സ്മാരകത്തിൽ, 8 മണി ഒരു 8:30 വരെയോളം MN സ്മാരകത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ശേഷമാണ് ഇടുക്കിയിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ പറഞ്ഞ പോലെ കോട്ടയത്തെ വാഴൂരിലാണ് ജനിച്ചെങ്കിലും 76 മുതൽ അദ്ദേഹം ഇടുക്കിയിലേക്ക്, പ്രത്യേകിച്ചും പീരുമേട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. തൊഴിലാളി സ്ഥാനത്തിൻ്റെ വളരെ കരുത്തുറ്റ നേതാവായി ആ മേഖലയിൽ നിറഞ്ഞു നിന്നയാളാണ്. 2021 അദ്ദേഹം പക്ഷേ ആദ്യമായി നിയമസഭയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇന്നലത്തെ പരിപാടിയിലും പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെയാണ്. അതിനുള്ള പരിഹാരങ്ങൾ തേടിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അദ്ദേഹം ഇന്നലെ പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് ഈ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത്. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആദ്യ ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം സംഭവിച്ചു എന്നതും ഒരു സങ്കടകരമായ കാര്യമായി മാറി. നിതിൻ തോമസ് തുടരുന്നുണ്ട്. നിതിൻ, കോട്ടയത്ത് ജനിച്ചെങ്കിലും ഇടുക്കി, പീരുമേടിന് മാത്രമല്ല ഇടുക്കി ആകെ തൻ്റെ ഒരു കർമ്മമേഖലയാക്കി മാറ്റിയ രാഷ്ട്രീയ നേതാവാണ്. ഇന്ന് രാവിലെ എത്ര സമയം വരെയൊക്കെ പൊതുദർശനം ഉണ്ടായിരുന്നു? പ്രവർത്തകർ എങ്ങനെയാണ് വിലാപയാത്രയായിട്ടാണോ ഇങ്ങോട്ടേക്ക് എത്തിയത്? ദിവീഷ്, രാവിലെ 2:30 കൂടിയിട്ട്, അതായത് പുലർച്ചെ 2:30 കൂടിയിട്ടായിരുന്നു വീട്ടിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചത്. അതിനുശേഷം 11 മണിവരെ വീട്ടിൽ മതപ്രകാരമായ
ആചാരങ്ങളൊക്കെ തന്നെ നടത്തി. അതിനുശേഷം അവിടേക്കും ഒട്ടനവധി ജനങ്ങളാണ് അവിടേക്കും തടിച്ചുകൂടിയത് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട്. അതിനുശേഷം 11:30 കൂടിയിട്ടാണ് ഈ ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. ടൗൺ ഹാളിലേക്ക് എത്തിച്ചു. അവിടെ ഈ 4:30 വരെ അവിടെ ഈ പൊതുദർശനം തുടർന്നു. അതിനുശേഷം വിലാപയാത്രയായിട്ടാണ് അവിടെ നിന്നും ഈ പഴയ പാമ്പനാറിലുള്ള സ്മൃതി കുടീരത്തിന് സമീപത്തേക്ക് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ ഈ കല്ലറയിലേക്ക് എടുക്കുന്ന ഒരു സമയമായിരിക്കുന്നു. ഒട്ടനവധി ജനങ്ങൾ, തീർത്തും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിപ്പം ദിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹം MLA ആവുന്നത്. ഒരിക്കലും ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മോഹിച്ചിട്ടില്ല. പാർട്ടി പ്രവർത്തകനായി നിൽക്കുക, ഒരു കമ്മ്യൂണിസ്റ്റായി നിൽക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക, തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി നിൽക്കുവാനുമാണ് പാർട്ടി അദ്ദേഹത്തിനെ നിയോഗിച്ചിരുന്നത്. പാർട്ടി ഏൽപ്പിച്ച കാര്യം അദ്ദേഹം കൃത്യവും വ്യക്തമായി ചെയ്തു. അതിന്റെ ഫലമായിരുന്നു പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെല്ലാം തന്നെ അനുഭവിച്ചത്. ഈ അവസാന നിമിഷം ദിവീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയത് പോലും ഇടുക്കിയും വയനാടിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത്തരത്തിൽ അവിടെ വന്ന് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ അവസാന ശ്വാസം വരെ ഇടുക്കിയിലെയും പീരുമേട്ടിലെയും തോട്ടം തൊഴിലാളികളെയും ജനങ്ങളെയും, സാധാരണക്കാരായ ജനങ്ങളെയും ചേർത്ത് പിടിച്ചിരുന്ന നേതാവ് മറ്റൊരു ജില്ലയിൽ നിന്നും ഇവിടേക്കെത്തി ഇവിടുത്തുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറിയ നേതാവാണ്. ഇപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന കല്ലറയിലേക്ക് അദ്ദേഹത്തിനെ എടുത്ത് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ജനങ്ങളെ കാണിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, ദിവീഷ്, ഇവരുടെ കുടുംബത്തിന്റെ വിഷമത്തിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നതിലുപരി ഇവരുടെ കുടുംബത്തിന്റെ വിഷമത്തിനൊപ്പം നമുക്ക് പങ്കുചേരേണ്ടതുണ്ട്. ഈ വാഴൂർ സോമൻ MLA-യുടെ രണ്ടാമത്തെ മകനായ സോബിത്ത് മാതൃഭൂമി കുടുംബത്തിലെ ഒരു അംഗമാണ്. മാതൃഭൂമി കോഴിക്കോട് ജില്ലയിലെ ലേഖകൻ, മാതൃഭൂമി പത്രത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ലേഖകനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത്തരത്തിൽ മാതൃഭൂമിയും അന്തിമോപചാരങ്ങൾ അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ അദ്ദേഹം തോമസാണ് വിവരങ്ങൾ നൽകുന്നത്. വാഴൂർ സോമൻ്റെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കല്ലറയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാറ്റുകയാണ്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകിയിരുന്നു. പ്രവർത്തകരുടെ വലിയ ഒരു തിരക്ക്, അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളികളുമായി തങ്ങളുടെ പ്രിയ നേതാവിന് യാത്രയയപ്പ് നൽകുകയാണ് പ്രവർത്തകർ.